വണ്ടി കണ്ടോ, ഏത് വണ്ടിയാന്ന് പറയാം. സ്വർണ്ണം കിടപ്പുണ്ട്, പഴയ SSIT അംബാസഡർ പൊളിക്കാൻ കിടപ്പുണ്ട്. ഹോണ്ടയുടെ ഏത് വണ്ടിയാണല്ലോ. നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ട് വീഡിയോ എടുക്കും. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ആദിക്കാട്ടുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ സ്ക്രാപ്പ് വാഹനങ്ങളുടെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അതിലൊരു ഷോപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു ഡീറ്റെയിൽ വ്ളോഗായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു ഫോർഡിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു. പഴയ ഫാബിയാന്ന് തോന്നുന്നു. അടിപൊളി. താഴെ കിടക്കുന്ന ഒരു ജിംനിയുടെ ഷെല്ല് കിടക്കുന്നു. നിരവധി വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇത് ഹോണ്ടയുടെ ഏതോ വണ്ടിയാണല്ലോ. ഹോണ്ടയൊന്നും അങ്ങനെ, ഹോണ്ട സിറ്റി പഴയ മോഡൽ, മറ്റേ ഡോൾഫിൻ ടൈപ്പ് വണ്ടി. അതെ, ഡോൾഫിൻ സെന്ന്. ഒരുപാട് വാഹനങ്ങൾ പൊളിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പഴയ ജിപ്സി. ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട് ഗൈസ്. പോലീസൊക്കെ കണ്ട കട്ട് ചെയ്തിട്ടേക്കും. ഇവിടെ അങ്ങനെയും കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി ടോപ്പ് റൂഫ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തും ഇവിടെയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവരെ സമീപിക്കാം. നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. നാനോ ഒന്നും കിടപ്പുണ്ട്. 2 എണ്ണം, 3 എണ്ണം, 4 എണ്ണം. ഇത് നാനോയുടെ സെക്ഷനാണ് ഗൈസ്. ഞാനിപ്പോഴാണ് കാണുന്നത്. ഇത് ഫുള്ള് നാനോ അല്ലേ. ഇവിടെ ഫുള്ള് പൊളിക്കാൻ ഇട്ടേക്കുന്ന നാനോ കേട്ടോ. ഇത് നാനോയുടെ മാത്രം സെക്ഷനാണ്. ദേവരണം മറിഞ്ഞു കിടക്കുന്നു. ആരും നാനോയുടെ അണ്ടർ ബോഡി കണ്ടിട്ടില്ല എന്ന് പറയരുത്. ഇതാ കണ്ടോ. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് അറിയോ. പൊതുവെ ഇന്ന് റംസാനും കൂടിയാണ്. അപ്പോൾ ഇന്നിവിടെ അവധിയാണ്. പ്രത്യേക പെർമിഷൻ ചോദിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചാണ് ഇവിടെ വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാ ഒരു ഓട്ടോ പൊളിക്കാനുണ്ട് കേട്ടോ. ഇത് ഓട്ടോയുടെ മറ്റേ ആൽഫ കുട്ടി ഡീസൽ വണ്ടി. ആൽഫയല്ല. എൻജോയ് വേറെ ഒന്നും കിടക്കുന്നു. ടാറ്റയുടെ വണ്ടി കിടക്കും. ഇൻഡിക. അപ്പുറത്തെല്ലാം പൊളിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഓരോരുത്തരുടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇതിൻ്റെ ഒരു കളിയാണ്, സ്ക്രാപ്പിൻ്റെ. അതേപോലെ ഇവിടെ ഒരു എസ്റ്റിമും കിടപ്പുണ്ട് കേട്ടോ. പൊളിക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല. പൊളിക്കാൻ തന്നെ. നമ്പർ പ്ലേറ്റ് ഊരി വെച്ചേക്കുന്നു. അത് പൊളിക്കാൻ തന്നെ. ചെയ്സ്, നമ്മളെല്ലാം ചെയ്സ് എന്ന് പറയും. യഥാർത്ഥത്തിൽ എന്ന് പറയാൻ ഷാസി എന്നാണ് പറയേണ്ടത്. എസ്റ്റീം നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഇത് ചിലപ്പോൾ എടുത്ത് പേപ്പറൊക്കെ റെഡിയാക്കി ഉപയോഗിക്കാവുന്നവർക്ക് ഉപയോഗിക്കാം. അതിനകത്തിലൊന്നും അങ്ങനെ ഊരിയിട്ടില്ല കേട്ടോ. അതേപോലെ ഉമിനി ഒരെണ്ണം കിടക്കുന്നു. ഈ വണ്ടി കണ്ടോ, ഏത് വണ്ടിയാന്ന് പറയാം. സ്കോഡയുടെ ഏതോ വണ്ടിയാ. കൊള്ളാല്ലേ. പൊളിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും ഇതുകൊണ്ട് റോഡിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ MVD ഒക്കെ അത്ര നല്ല സ്നേഹമായോണ്ടേ. അല്ലെങ്കിലും ഇതൊന്നും റോഡിൽ ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതെന്ത് പർപ്പസിലാണ് ഇതിങ്ങനെ പണിഞ്ഞു വെച്ചതെന്ന് അറിയത്തില്ല. ഏത് വാഹനമാണെന്നറിയത്തില്ല. പിന്നെ വലിയ കംപ്ലൈൻറ്റ്. ഇൻഡിക്കയാന്ന് തോന്നുന്നു. ഇൻഡിക്കയല്ല, പഴയ SX4 ആണെന്ന് തോന്നുന്നത്.
പഴയ SX4 അത്. ഇതിന് ഒരുപാട് പാർട്സ് ഇതിനെല്ലാം ഉണ്ട്. സ്പാർക്കിൻ്റെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഷോപ്പിലേക്ക് വന്നാൽ മതി. ഇൻറ്റീരിയറൊക്കെ പക്ക നീറ്റായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ സ്കോർപിയോ, ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു സ്കോർപിയോ കിടക്കുന്നു. പിന്നെ സ്പെയർ പാർട്സ് കിട്ടാനാണെങ്കിൽ നമ്മുടെ ഷവർലൈറ്റിൻ്റെ വാഹനങ്ങൾ കിടപ്പുണ്ട്. ഷവർലൈറ്റിൻ്റെ എൻജോയ് കിടപ്പുണ്ട്. അതേപോലെ നമ്മുടെ പഴയ സുമോ ഗ്രാൻഡ് കിടപ്പുണ്ട്. സൈലോ കിടപ്പുണ്ട്. സുമോ. അതുപോലെ നമ്മൾ ഫിയറ്റിൻ്റെ സ്ലാവിയാന്ന് തോന്നുന്നു, സ്ലാവിയ, പിന്നെ സെന്ന്, ഇങ്ങനെ നിരവധി വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മിനി ട്രക്കായ നമ്മുടെ എയ്സ് കിടപ്പുണ്ട്. ബെൻസ് ഒരെണ്ണം കിടപ്പുണ്ട്. ബെൻസ് 2 എണ്ണം ഇപ്പോൾ കാണാം. അതേപോലെ ടാറ്റ നാനോ 800, ഇങ്ങനെ നിരവധി വാഹനങ്ങൾ ഇവിടെ കാണാം. എല്ലാത്തരം പാർട്സുകളും ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ ഷോപ്പിൽ 10,000, 2,000, 3,000 റേറ്റ് പറയുന്ന സ്പെയർ പാർട്സ് നമുക്കിവിടെ ബാർഗെയിൻ ചെയ്ത് ഒരു 10, 500, 600, 1000 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതൊരു ഒമിനിയാണ്. ഒമിനിയുടെ പാർട്സ് വേണമെങ്കിലും. ഇൻറ്റീരിയർ സീറ്റൊക്കെ പോയി കിടക്കുകയാണ്, അതൊന്നും ഇല്ല. അതേപോലെ ഷവർലെറ്റിൻ്റെ ഒരു വണ്ടി അടിപൊളി ഒരു ഹോണ്ട സിറ്റി കിടപ്പുണ്ട് പൊളിക്കാൻ. ഇതിൽ എന്തോ അഡീഷണലൊക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ വന്ന് നോക്കുക. സീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ നിരവധി വാഹനങ്ങളുടെ എൻജിനുകളും കിടപ്പുണ്ട്. സ്റ്റിയറിംഗ് വീലുകൾ, അതേപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഗിയർ ലിവറിൻ്റെ മൗണ്ടിങ്. ഇവിടെ പഴയൊരു ഇതേത് വണ്ടിയാണെന്നറിയത്തില്ലല്ലോ. പഴയ ബെൻസാന്ന് തോന്നുന്നു. പഴയ ബെൻസ് ഒരെണ്ണം കിടപ്പുണ്ട്. ഇത് ബെൻസിൻ്റെ W124 ആണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. 123 അല്ല എന്തായാലും. അതെ, ബെൻസാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനായിട്ടൊന്നുമില്ല. അതേപോലെ ഷവർലൈറ്റിൻ്റെ ഒരുപാട് സ്പെയറിന് ഷോർട്ടേജ് ആയിട്ടുള്ള ഷവർലൈറ്റ് വാഹനങ്ങളുടെ ആവശ്യമായിട്ടുള്ള ടെർബോയൊന്നും പോയിട്ടില്ലാന്ന് തോന്നുന്നു. സീറ്റും കാര്യങ്ങളൊക്കെ പോയതാണ്. അത്യാവശ്യം പാർട്സൊക്കെ ഉണ്ട് ഇതിൽ എടുക്കാനായിട്ടേ. അത്യാവശ്യം നല്ല ടയറുമാണ്. അതേപോലെ ഒരു എൻജോയ് ഇവിടെ വേറെ കിടപ്പുണ്ട്. ബാക്കി ഡിക്കിയൊന്നുമില്ല. അതേപോലെ അംബാസഡർ, ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം ഉളവാക്കുന്നൊരു കാഴ്ചയാണ്. എങ്കിലും ഒരു അംബാസഡർ പൊളിക്കാൻ കിടപ്പുണ്ട്. ഇതിൽ ഏത് എഞ്ചിനാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് ഈ സുസു മോഡലാണെന്ന് തോന്നുന്നു. സ്ലൈഡ് എഞ്ചിനല്ല എൻ്റെ അറിവിൽ. പിന്നെ പ്രത്യേകിച്ച് ബാക്കിലെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. അതേപോലെ നിരവധി വാഹനങ്ങളോടെ പൊളിക്കാനിട്ടിട്ടുണ്ട്. ടാറ്റയുടെ ഇൻഡിക്ക. അംബാസഡർ വേറെ ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ വേറെ ഒരു അംബാസഡർ കിടക്കുന്നു. ഈ ഷവർലെറ്റ് എൻജോയുടെ ഫ്രണ്ട് ഇടിച്ചതാണ് കേട്ടോ. പഴയ SSIT KBT 5333 ഒരു വാഹനം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ആദിക്കാട്ടുകുളങ്ങര ജംഗ്ഷനിൽ തന്നെ നിരവധി ഷോപ്പുകളാണ്. ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഷോപ്പുകളുടെ കേന്ദ്രമാണ്.
അപ്പോൾ എക്സാക്റ്റായിട്ട് എനിക്ക് ലൊക്കേഷൻ പറഞ്ഞു തരാൻ പറ്റില്ല. കാര്യം ഇവിടെ തന്നെ ഒരു എത്ര ഷോപ്പുകളുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇതേപോലെ നിരവധി ഷോപ്പുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ കറക്റ്റ് പിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വന്ന് ഇവിടെ നോക്കാം. മെയിൻ റോഡിൽ തന്നെ വരുമ്പോൾ തന്നെ നിരവധി ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാം. അവിടെ വന്ന് നിങ്ങൾ ഓരോ വണ്ടി കണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്പെയർ പാർട്സോ വണ്ടിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും.